ഞങ്ങളങ്ങനെ ഇവിടെ ഗുഹാക്ഷേത്രത്തിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. കാണിച്ചരാമേ. എന്റെ ഉണ്ണിച്ചേട്ടൻ നോക്കുന്നതാണ് നമ്മൾ ഗുഹാക്ഷേത്രം. ഇന്നിവിടെ പൂജയൊന്നുമില്ല, പക്ഷെ തുറന്നു തന്നെ ഇട്ടേക്കുന്നത്. കാണിച്ചുതരാം. ഇതാണ് ഇവിടുത്തെ ഗുഹാക്ഷേത്രം. നമ്മൾ ക്ഷേത്രത്തിന്റെ അവിടെ നിന്നുള്ള തൊട്ട് മുകളിലത്തെ പാറക്കറി എന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതേ കാണുന്നത് വേളിമല റേഞ്ചാണ്. നമുക്കിത് അങ്ങനെ ഈ പാറയുടെ ഏറ്റവും ടോപ്പിലെത്താം. അല്ലെ, ആകി പോകുന്നുണ്ടോ? വെള്ളം കുടിക്കാനുള്ള പോക്ക. വെള്ളം കൊള്ളാമോ? അവിടുത്തെ കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും കുടിക്കാം. നല്ല തെളിഞ്ഞാണല്ലേ? കലക്കാതെടുത്താ മതി. കുപ്പി വെച്ചിട്ട് കലക്കാതെടുത്ത്. എവിടെ? ആ, അടിപൊളി, സൂപ്പർ. ഞങ്ങളങ്ങനെ വളരെ സുപ്രധാനമായ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്തുകയാണ്. ഈ രണ്ട് സൈഡിൽ നിന്നുള്ള കാറ്റ് ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ അടിച്ചു കയറുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ആ കാറ്റത്ത് ആ പുല്ലിങ്ങനെ ആടി ഭയങ്കര ഭംഗിയാണ്. സെറ്റ് വീടുള്ള സ്ഥലമാണ് കള്ളിയങ്കാട്ടില്. ഇതേ ഈ പാറ, ഇതാണ് ഇതിന്റെ എൻഡ്. ഇവിടെ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിങ് പൂർത്തിയാക്കുന്നത്. കള്ളിയങ്കാടിന്റെ ഏറെക്കുറെ മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ളൊരു ചെറിയൊരു പാസേജ് വ്യൂ ആണ് ഈ കാണുന്നത്. താഴെ അഗാധമായ കൊക്കയാണ്. അടുത്ത് നമ്മൾ ഈ മലയിലോട്ടാണ് കയറാൻ പോകുന്നത്. മുടിഞ്ഞ കാറ്റെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ കാറ്റ്, ഒരു രക്ഷയില്ല. ഇടി അവിടെ നിൽക്കാം, അങ്ങോട്ട് ഇറങ്ങും. താഴോട്ട് ഇറങ്ങിക്കേ. അവിടെ കുഴിയാ. ചേട്ടാ അങ്ങോട്ട് വന്നോ, ഇതിലിറങ്ങി താഴെ വന്നോ. ആ, ഇല്ല ഇറങ്ങണ്ട, അപ്പുറത്തോട്ട് ഇറങ്ങും. നീ ഇറങ്ങിക്കോ, ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇറങ്ങിക്കോ. വാ. ഭയങ്കര അപകടം പിടിച്ചൊരു സ്ഥലം കേട്ടോ. അത്രയ്ക്ക് വലിയ കുഴിയാ ഇവിടെ, ഒരു രക്ഷയില്ല. ഒന്ന് കാല് തെറ്റിയ ഗുണാകേവിന്റെ കേസ് പറഞ്ഞ പോലെ ഈ ഗ്യാപ്പ് തീർന്നു കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മളെ ഈ എൻ്റെ കൂടെ നമ്മളെ പരിപാടി കഴിയുകയാണ്. ട്രക്കിങ് ഈ മേലെ ചെന്നിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമ്മളെ കള്ളിയങ്കാട്ടിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാറ്റായിരിക്കും. ഇന്നിനി എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ മുമ്പ് വന്നപ്പോൾ നല്ല ഉഗ്രം കാറ്റായിരുന്നു. ഇവിടെ ജെണ്ടയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു അതിര് പോലെ. നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ, അതേപോലെ. അന്ന് ഇവിടെ വന്നിട്ട് ആ ജെണ്ടയ്ക്ക് അപ്പുറത്ത് പോയി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനത്തെ വിധം മുടിഞ്ഞ കാറ്റായിരുന്നു. അപ്പോൾ ആ കാറ്റ് ഇന്നും പോയിട്ടില്ല. ഇന്നും ആ കാറ്റുണ്ട്. സെറ്റ് കാറ്റാണ്. ഇത് അങ്ങ് കൂടെ വിദൂരതയിൽ ഒരു ഇത് പോകുന്നുണ്ട്. എന്തുവാ? ട്രെയിൻ കണ്ടോ? അവിടെ കൂടെ ട്രെയിൻ പോകുന്നുണ്ടേ. ഞാൻ ഈ കാറ്റിലോട്ട് പോവുക. ഇവിടത്തെ കാറ്റാണ് കാറ്റ് എന്ന് പറയില്ലേ ഇടുക്കിയിലത്തെ പാട്ടില്, അതുപോലെ ഇവിടെ ഹെവി ഹെവി. ഇതാ ജെണ്ട. ഇത് അവര് അതിര് എന്നോണം സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്നാ ഭയങ്കര 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 കാറ്റാണ്. അപ്പോൾ ഇന്നത്തെ ട്രാക്കിങ് ഈ കാറ്റോട് കൂടി അവസാനിക്കുകയാണ്. ഈ കാറ്റിൽ തിരിഞ്ഞു നിന്നാൽ നമ്മൾ അങ്ങോട്ടും കൊണ്ടുപോകും. ഞാൻ ഇപ്പം നടക്കുവല്ല, എന്നെ കൊണ്ടുപോവുക, കാറ്റ് കൊണ്ടുപോവുക. അകി തിരിഞ്ഞു നടന്നേ, തിരിഞ്ഞു നടന്നേ. കാറ്റ് കൊണ്ടുവരും, ഇങ്ങോട്ടോ കാറ്റ് കൊണ്ടുവരും. നീ നിന്നാ മതി. കണ്ടോ, കാറ്റ് അവളെ ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു കാറ്റുള്ള സ്ഥലമായത്. ഇതുപോലെ കാറ്റുള്ള സ്ഥലം നമുക്ക് ട്രിവാൻഡ്രം ജില്ലയ്ക്ക് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ ട്രാക്കിങ് ഇവിടെയാണ് അവസാനിക്കുന്നത്.